ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിറകടുപ്പിൽ എങ്ങനെ ഒരു ക്യാരറ്റ് കേക്ക് റെഡിയാക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി, ഈത്തപ്പഴം, ട്യൂട്ടി ഫ്രൂട്ടി, കശുവണ്ടി പരിപ്പ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 200 ml പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ ഉണ്ട്. അതിനുവേണ്ടി ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ പഞ്ചസാര അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ. ദേഹത്തൊന്നും തെറിക്കാതെ വേണം ഒഴിക്കാനായിട്ട്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് ക്യാരറ്റാണ്. അതായത് ഒരു 200 ഗ്രാം ക്യാരറ്റ്, അതായത് ഒരു മീഡിയം സൈസിൽ 2 ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ കാരമൽ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഉണക്കമുന്തിരിയും ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഞാനിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് അടുപ്പിൽ നിന്നൊന്ന് ഇറക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യം 2 മുട്ടയാണ്. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ സ്മെല്ലൊന്ന് മാറി കിട്ടാൻ വേണ്ടി അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാൻ ബീറ്ററൊന്നും ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഇനിയും നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനൊരു 400 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 ഗ്രാമ്പു കൂടി ഒന്നിട്ട് കൊടുക്കുക. ഗ്രാമ്പു പഞ്ചസാരയോടൊപ്പം അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അതിനു വേണ്ടിയാണ് പഞ്ചസാരയോടൊപ്പം ഇടുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 500 ഗ്രാം മൈദമാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഞാനിവിടെ മാവ് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരുന്ന മുട്ടയും പഞ്ചസാരയും കൂടി ഈ മാവിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തണുക്കാനായി വെച്ചിരുന്ന ക്യാരറ്റും കാരമൽ സിറപ്പും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിൽ ബട്ടർ പേപ്പർ ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് അധികം കട്ടിയാവാനും പാടില്ല, എന്നാൽ അധികം ലൂസാവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് റെഡിയാക്കാൻ. ഇനി ഇതിലെ ബബിൾസൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് കുക്കറൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിത് വിറകടുപ്പിൽ വെച്ചാണ് പാകപ്പെടുത്തി എടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇരുമ്പിലുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മണൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മണലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കുക്കർ അതിലേക്ക് വെച്ച് കൊടുക്കാം. മണൽ ഇവിടെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് കുക്കറിൻ്റെ വിസിൽ ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ റിങ്ങിൻ്റെ പുറത്തായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വളരെ രുചികരമായ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ. അടുത്ത പുതിയൊരു വീഡിയോയുമായി ഞാൻ വേഗം വരും. അതുവരേക്കും ബൈ.